ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബോസ് സൗണ്ട് ടച്ച് 30 എന്ന വയർലെസ് സ്പീക്കറിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ഇനീഷ്യലായിട്ടുള്ള ചില സെറ്റപ്സ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതൊരു പുതിയതായി ബോസ് ഇറക്കിയ സ്പീക്കറൊന്നുമല്ല. ഓൾമോസ്റ്റ് ഇത് വളരെ കൊല്ലങ്ങളായിട്ട് ഇത് മാർക്കറ്റിലുള്ളതാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് മലയാളത്തിലുള്ള വീഡിയോകളൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത്. കൂടാതെ ഇതിൻ്റെ വില എന്താണ്, ഇതിൻ്റെ ചില പോരായ്മകളും ചില അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. നമുക്ക് തുടങ്ങിയാലോ? വീഡിയോ റെഡി? ബോസ് സൗണ്ട് ടച്ച് 30 ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് പുതിയ പാക്കറ്റ്, ഇതാ വന്നിരിക്കുകയാണ്. ഓൺലൈനായിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഇതാ പാക്കറ്റ് ഇന്ന് വന്നതേ ഉള്ളൂ. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇതിൻ്റെ മേക്ക് എന്താണെന്ന് വെച്ചാൽ മെയ്ഡ് ഇൻ ഇതൊന്നും എടുത്തോട്ടെ. കൺട്രി ഓഫ് ഒറിജിൻ മെക്സിക്കോ. ഇതിൻ്റെ വെയിറ്റ് നമുക്കൊന്ന് നോക്കാം. നല്ല ഭാരമുണ്ട്. ഓൾമോസ്റ്റ് 8.5 കിലോയോളമുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നല്ല ഹെവിയാണ്. നമുക്കിത് തുറന്നു നോക്കാം. ഇതാ പാക്ക് ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ റിമോട്ട്. ഇത് വൈറ്റ് കളറാണ്. ഇത് ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ വൈറ്റ് കളർ റിമോട്ട് ഉണ്ട്. ഒരു യൂസർ മാനുവൽ ഇവിടെ മാറ്റി വയ്ക്കാം. ഒരു പവർ കേബിൾ വെളിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. 4 പവർ കേബിൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ തുറന്നു നോക്കുമ്പോൾ അറിയാം ഉണ്ടാവാൻ ഇല്ലയെന്ന്. തുറക്കാം. അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ആണ്. ഇതിൽ നമുക്ക് കാണാം. നമ്മുടെ ബോസ് ഇതിനെടുത്ത് വെളിയിലേക്ക് വയ്ക്കാം. ഈ ബോക്സിൽ ഇനിയും ചില ഐറ്റംസ് ബാക്കിയുണ്ട്. ഇതിൻ്റെ വാറണ്ടി കാർഡ്, ഇതുകൂടാതെ വേറെ വൈറ്റ് കളറിലുള്ള ഒരു പവർ കോഡ് ഉണ്ട്. അതുകൂടാതെ ഒരു USB കേബിള്. അല്ലാതെ USB കേബിളല്ല, ഇത് വേറെ UK ടൈപ്പ് US ടൈപ്പ് അങ്ങനെയുള്ള പവർ കേബിളുകളാണ്. അത് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഒരു USB കേബിൾ ഉണ്ടാവുന്നില്ലാതെ ഇവിടെ വെളിയിലെടുക്കാം. നമ്മുടെ സൗണ്ട് ടച്ച് 30 നമ്മളിതാ വെളിയിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ ചുറ്റുവട്ടം ഒന്ന് നോക്കാം. ഫ്രണ്ട് ബാക്ക് അപ്പിയറൻസ് നിങ്ങൾക്ക് കാണാം. നല്ലൊരു ഡിസൈനിങ് ആണ്. അങ്ങനെ വെളിയിലേക്ക് തള്ളി നിൽക്കുന്നതായിട്ടുള്ള പ്രൊജക്ഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ. അധികം തിക്നെസ്സോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡിസൈനാണ്. ഇത് 2 കളറിലാണുള്ളത്. ഇതൊന്ന് വൈറ്റാണ് ഞാനിത് വാങ്ങിയിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ ഇതുപോലെ കിട്ടും. ഇത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് പ്രൊജക്ഷൻസും ഒന്നുമില്ല. ബോസിൻ്റെ ഒരു ലോഗോ കാണാം ബാക്കിൽ. പിന്നെ ഇതിൻ്റെ ഈതർനെറ്റ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട്. പിന്നെ ഒരു HDMI ആണ്. പക്ഷേ HDMI പെൻഡ്രൈവ് ഇതിൽ കുത്താൻ പറ്റില്ല. അത് ഡിവൈസ് കണക്ട് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഓക്സിലറി ഇൻ കേബിളും ബാക്കിലുണ്ട്. പിന്നെ ഇത് കാണുന്നത് പവർ അഡാപ്റ്ററാണ്. പവർ കുത്താനുള്ള അഡാപ്റ്റർ കുത്താനുള്ള സ്ലോട്ടാണ് ഈ കാണുന്നത്. പിന്നെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു എയർ വെൻറ്റ് കാണാം. ഇവിടെ അത് ജസ്റ്റ് ഒരു എയർ, ഇത് വെളിയിലേക്ക് വരുമ്പോൾ ബാസൊക്കെ പ്ലേ ചെയ്യുമ്പോൾ എയർ ഇങ്ങനെ വെളിയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. റിമോട്ടിലേക്ക് വരുവാണെങ്കിൽ ഇതാ ഒരു ചെറിയൊരു റിമോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓൺ ബട്ടൺ, പിന്നെ 1 to 6 നമ്പേഴ്സ്, തംസ് അപ്പ് തംസ് ഡൗൺ ഓപ്ഷൻ, വോളിയം കൺട്രോൾ ഓപ്ഷൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിലുള്ളത്. ബാക്കിൽ മെയ്ഡ് ഇൻ മെക്സിക്കോ എന്നൊരു ബാഡ്ജിങ്ങും കാണാം. ഇനി നമുക്കിതിൽ പവർ കണക്ട് ചെയ്ത് നോക്കാം. അത് അഡാപ്റ്റർ ആദ്യം ഇതിൻ്റെ ബാക്കിൽ പ്ലഗ് ഇൻ ചെയ്യുക.
ആദ്യമാണ് ഞാൻ വളരെ ബലം പ്രയോഗിക്കുന്നില്ല, പതുക്കെ പ്ലഗ് ചെയ്യുന്നു. പക്ഷെ ശരിക്കും അത് ഇൻസേർട്ട് ചെയ്യണം. ജസ്റ്റ് ഞാൻ വെച്ചെന്നുള്ളൂ. അതിനുശേഷം പവർ കണക്ട് ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ടുള്ള ഇഷ്ടമുള്ള കളറുള്ള പ്ലഗ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് 3 അവർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്ലഗ് പവർ ഓൺ ചെയ്യുമ്പോൾ ഇനീഷ്യലി ഒരു ലോഡിങ് ഇങ്ങനെ കാണിക്കുന്നതാണ്. കുറച്ച് സമയത്തേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് സമയം എടുക്കും, കുറച്ച് വെയിറ്റ് ചെയ്യണം. ആദ്യത്തെ ഇൻസ്റ്റലേഷന് കുറച്ച് സമയം എടുക്കും. അത് വളരെ ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ബോസിൻ്റെ സൗണ്ട് ടച്ച് ആപ്പ് ഓൺ നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് റെഡിയാക്കി വെച്ചാൽ എളുപ്പമായിരിക്കും. ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് അത് സെറ്റപ്പിന് വേണ്ടി അത് ആവശ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ഇത് വാങ്ങുമ്പോൾ അത് കൂടെ തന്നെ നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൽ റെഡിയാക്കി വെച്ചാൽ ഉടനെ നമുക്ക് അതിൻ്റെ സെറ്റപ്പ് റെഡിയാക്കാവുന്നതാണ്. അത് ലോഡായി വരുവാണ്. ഇത് ഓൾമോസ്റ്റ് ഫുൾ ലോഡായിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആപ്പിലേക്ക് പോകും. ഇനി ഫോണിൽ സൗണ്ട് ടച്ച് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം ഇൻസ്റ്റാളേഷൻ അതിൻ്റെ സെറ്റിങ്സ് റെഡിയാക്കണം. ആദ്യം അതൊരു അപ്ഡേറ്റ് കാണിക്കും, സെർച്ച് ഫോർ സ്പീക്കേഴ്സ്. പിന്നെ അതിൻ്റെ അപ്ഡേറ്റ് അത് ചെയ്യുന്നതാണ്. പിന്നെ വൈഫൈ ആയിട്ട് നമ്മൾ പെയർ ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ വൈഫൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നെറ്റ്വർക്ക് ഒന്നും കാണിക്കില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ഫോണിൻ്റെ സെറ്റിങ്ങിലേക്ക് നമ്മൾ പോയിട്ട് ഫോണിൻ്റെ വൈഫൈ ഓപ്പൺ ചെയ്ത് ബോസ് സിഗ്നൽ അതിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ബോസിൻ്റെ ഇത് കാണിക്കുന്നില്ല, ബോസിൻ്റെ സിഗ്നൽ അതിൽ കാണിക്കുന്നില്ല. വെയിറ്റ് ചെയ്യണം അത് വരുന്നവരെ. ബോസിൻ്റെ വൈഫൈ സിഗ്നൽ ഇതിൽ കണ്ട ശേഷം നമ്മളതിനെ സെലക്ട് ചെയ്യുക. ഇതുവരെ വന്നിട്ടില്ല. ബോസ് ST30 എന്ന് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് അതിനുശേഷം വീണ്ടും തിരിച്ച് ആപ്പിലേക്ക് പോവുക. നെക്സ്റ്റ് ആപ്പിലേക്ക് പോയിട്ട് കണ്ടിന്യൂ ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എയർടെൽ GCNX 4G എന്നാണ് എൻ്റെ വൈഫൈ സിഗ്നൽ, അതിവിടെ കാണിക്കുന്നുണ്ട്. ഇനി അത് എൻ്റർ പാസ്വേഡ് എന്നുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. അത് നമ്മുടെ വൈഫൈ പാസ്വേഡ് അതിലേക്ക് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം കണക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോസും നമ്മുടെ വീട്ടിലെ വൈഫൈയും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് സ്പീക്കറിന് എന്താണെന്ന് വെച്ചാൽ പേര് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഞാനത് GCNX ബോസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലിവിങ് റൂമെന്നോ ബെഡ്റൂമെന്നോ അങ്ങനെ ഏത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് സ്പീക്കർ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്ത GCNX ബോസ് എന്നുള്ള പേര് ഇപ്പോൾ താഴെ ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് സെറ്റിങ്സ് ഇത് ഹൈലൈറ്റ് ആയി വരുന്നു. ഇപ്പോൾ ഈ ഓപ്ഷനിൽ നമുക്ക് സോഴ്സ് സെലക്ട് ചെയ്യാം. എയർപ്ലേ, വൈഫൈ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഓക്സിലറി, ഇതേത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഓപ്ഷനിൽ ഇവിടെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് ഏത് കണക്ടിവിറ്റി ആണെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ബ്ലൂടൂത്താണ്. ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. അതിൻ്റെ സെറ്റിങ്സൊക്കെ വളരെ എളുപ്പമാണ്. ബാക്കി വൈഫൈ ആണെങ്കിലും എളുപ്പമായി ചെയ്യാം. പക്ഷേ ഞാനത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലൂടൂത്ത് കൊണ്ടാണ്. നമുക്ക് നോക്കാം. ബ്ലൂടൂത്ത് ഓപ്ഷനിൽ ആദ്യം ഫോണിലെ സെറ്റിങ്സിൽ ബ്ലൂടൂത്ത് ഓപ്ഷനിലേക്ക് നമ്മൾ ആദ്യം പോവുക. അവിടെ നിന്ന് ബ്ലൂടൂത്ത് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ സ്പീക്കറിൻ്റെ പേര് കാണാം. GCNX ബോസ് എന്ന് കാണുന്നുണ്ട് അവിടെ ബ്ലൂടൂത്ത് സെറ്റിങ്ങിൽ. അത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ തന്നെ ഏത് ഡിവൈസും നമുക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് അതിനാദ്യം ഞാൻ ഇത് എയർടെൽ ആപ്പിൽ ഒരു പാട്ട് സെലക്ട് ചെയ്യുകയാണ്. പാട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് ഇതിൻ്റെ എഫക്റ്റ് എന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ അത് ശരിയായ എഫക്റ്റ് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. പക്ഷെ ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മളൊരു ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ സൗണ്ട് ടച്ചിൻ്റെ അതായത് ബോസ് സ്പീക്കറിൻ്റെ ബ്ലൂടൂത്ത് സിഗ്നൽ നമ്മുടെ ഫോണിൽ ട്രേസ് ചെയ്യാൻ പറ്റില്ല, ഫോണിൽ കാണില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയ ട്രബിൾ ഷൂട്ടിങ് ചെയ്താൽ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പീക്കറിൻ്റെ
നമ്പർ 2 വോളിയം മൈനസ്, ഈ 2 ബട്ടണും പ്രസ് ചെയ്ത് 5 സെക്കൻഡ് പിടിക്കുക. അപ്പോൾ ഇതിൽ ടൈം കാണിക്കും. 5 സെക്കൻഡ് പിടിക്കുമ്പോൾ അതൊരു വേറൊരു കളറിലേക്ക്, ഒരു ആംബർ കളറിലേക്ക് അതിൻ്റെ ആ ഡിസ്പ്ലേ മാറും. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ, പെയർ ചെയ്യാനുള്ള ഒരു മോഡിലേക്ക് പോകും. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ബ്ലൂടൂത്ത് സെറ്റപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബോസ് എന്നുള്ള സിഗ്നൽ, ബ്ലൂടൂത്ത് സിഗ്നൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം നിങ്ങൾ ഏതെങ്കിലും ഡിവൈസ് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഈ പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്കത് പരിഹരിക്കാം. ബോസ് സൗണ്ട് ടച്ച് 30യുടെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമായി എനിക്ക് തോന്നിയത്, ഇത് മെയ്ഡ് ഇൻ മെക്സിക്കോ ആണ്, അല്ല മെയ്ഡ് ഇൻ ചൈന അല്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ശരി, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസിലേക്ക് നമുക്ക് വരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ സൈസ്. ഈ ചെറിയൊരു സൈസ് സ്പീക്കറിന് ഇത്രയും നല്ല പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അത് നല്ല ഒരു എഫക്റ്റാണ് ഇത് നമുക്ക് തരുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമുക്ക് വളരെ ഈസി ആയി നമുക്ക് വൈഫൈ ആയിട്ടോ ബ്ലൂടൂത്ത് ആയിട്ടോ കണക്ട് ചെയ്യാനും യൂസ് ചെയ്യാനും വയർലെസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. വയറൊന്നും ഇല്ലാത്ത നമുക്ക് യൂസ് ചെയ്യാം. പോർട്ടബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിനൊരു 8 കിലോയുടെ മോഡൽ വെയിറ്റ് ഉണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊന്നും അത്രയും ബുദ്ധിമുട്ടില്ല. എന്നാലും വളരെ പോർട്ടബിൾ അല്ല. എന്നാലും നമുക്ക് ഇത് ഒരു റൂമിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചില ഡിസഡ്വാൻറ്റേജ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനീഷ്യൽ നമ്മളിത് സ്റ്റാർട്ട് പ്ലഗ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ ഒരു 15 സെക്കൻഡോളം കഴിഞ്ഞ് ഇത് ഫുള്ള് ലോഡ് ചെയ്യാനുള്ള ഒരു സമയം എടുത്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു അല്പം ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, സർവീസ് സ്റ്റേഷൻ നിങ്ങളുടെ സിറ്റിയിലുണ്ടോ, നിങ്ങളുടെ അടുത്ത് എവിടെയാണ് താമസിക്കുന്നത്. നിങ്ങൾ മെട്രോ സിറ്റിയിലൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ സർവീസ് സ്റ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും. എന്നാലും സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലൈൻറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊറിയർ ബുക്ക് ചെയ്ത് നമ്മുടെ സാധനം സ്പീക്കർ പിക്ക് ചെയ്യുകയും സർവീസ് ചെയ്ത് തിരിച്ച് നമുക്ക് കൊറിയർ ചെയ്ത് തരുകയും ചെയ്യും. ഇത് വാറണ്ടി പീരീഡിലാണെങ്കിൽ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടും അവർ ചെയ്തു തരുന്നതാണ്. അത് അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില. അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സ്പീക്കറാണ് ഇത്. ഇതിൻ്റെ MRP 57,300 റുപ്പീസോളമാണ്. കറക്റ്റ് കാര്യമല്ല, 57,300 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ MRP. പക്ഷേ പലപ്പോഴും ഓൺലൈൻ സൈറ്റുകളിൽ ചില ഡിസ്കൗണ്ടോടുകൂടി ഇത് പലപ്പോഴും അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ മോഡൽ കമ്പനി ഡിസ്കണ്ടിന്യൂ ചെയ്തതെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. അതും ഒരു ഭാവിയിൽ ഒരു പോരായ്മയായി വരാം.